നമസ്കാരം. നമ്മുടെ പരപ്പിൽ കറമ്പൻ മാഷുമായിട്ടുള്ള ഓൺ ദി സ്റ്റേജിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ഒരിടമുണ്ട്. ഇതൊരു നാടൻ കലയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഈ കാക്കാരിശി നാടകങ്ങളുടെ മുത്തശ്ശനാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തെ ഒരു റിസർച്ച് മൈൻഡ് വെച്ചിട്ട് ഈ നാടൻ കലകളും കലാരൂപങ്ങളും ഒക്കെ അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ മാഷിന്റെ അറിവിലുള്ള ഒരുപക്ഷെ ചരിത്രമൊക്കെ എന്താണ്? ചരിത്രമുണ്ട്. കാരണം ഈ നാടൻ കലകളാണ് ആദ്യം ഉണ്ടായതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ അന്ന് ഈ കാക്കാശാനം പോലും അവതരിപ്പിക്കുമ്പോൾ കട്ടണില്ല. പക്ഷെ നാടകങ്ങൾ കഴിയുമ്പോൾ കട്ടണമുണ്ട് ഉണ്ട്. എങ്കിലും ആദ്യം നാടകങ്ങളൊക്കെ തെരുനാടകങ്ങളായിട്ടാണ് ഇറങ്ങി, പിന്നെയാണ് കട്ടണമൊക്കെ ഉണ്ടായത്. എങ്കിലും ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുമ്പോൾ നാടൻ കലയുടെ, കാക്കാശാടം മാത്രമല്ല എല്ലാ നാടൻ കലയുടെ ഉത്ഭവം എന്ന് പറയുമ്പോൾ പണ്ട് ആദിമ മനുഷ്യൻ തുണി ഉടുക്കാതെ മരത്തിൻ്റെ തൊലിയും മരവരിയും ഉടുത്ത് കാട്ടിലെ കായികനികളും കാട്ടിലെ പക്ഷിമൃഗാദികളെയും ഭക്ഷിച്ച് കാട്ടാളിലെ ജലവും കുടിച്ച് നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് അവർ അന്ത്യമാകുമ്പോൾ കല്ലൊരിച്ച് തീയുണ്ടാക്കി ആഴിയുണ്ടാക്കി ആഴിയിൽ ഈ വേട്ടയാടിക്കൊണ്ടുവരുന്ന പക്ഷിമൃഗാദികളെ കെട്ടി ചുടും. അപ്പോൾ ഇവരെല്ലാവരും വിശപ്പിൻ്റെ സന്തോഷം കൊണ്ട് എല്ലാവരും വളഞ്ഞു നിൽക്കുക, അനിയിട്ട് നിന്നിട്ട് ഇതിൻ്റെ പൊട്ടലും ചുറ്റുവലും മണമൊക്കെ വരുമ്പോൾ അവർ അട്ടഹസിക്കും, തുള്ളിച്ചാടും, ആ ഹോയ് തക 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 ആ എന്ന് പറയും. അവിടെയാണ് വായ്ത്താരികൾ ഉണ്ടായത്, അർത്ഥമില്ലാത്ത വാക്കുകൾ. താ താ തക തീ തക താ തൈ തെയ്തോ തക തീ തക താ തൈ. അതെ, ഇതൊക്കെ ഉണ്ടാവുന്ന അന്നാണ്. താതരികിട തകത് മൃതക ജണ്ണു തക തോതരികിട തക തോന്തക തയ്യത്വം. ഇത് അർത്ഥമില്ല. അപ്പം അന്ന് അവരുടെ ആ വായിൽ വരുന്ന അത് അവർ താളത്തിന് വേണ്ടി, താളമെന്ന് പറയുമ്പോൾ നമുക്കറിയാം താളം ഉണ്ടായത് എവിടെ നിന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. നമ്മളെ ഹൃദയത്തിന്റെ തുടിപ്പാണ്. ഹൃദയം ഇന്ന് തുടിക്കുന്നത് ഒരു താളത്തിനാണ്. ആ തുടിപ്പിന് എന്തെങ്കിലും മാറ്റം വരുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായി നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ഇത് വരുന്നത്. പിന്നെ അത് പ്രചാരത്തിലോട്ട് വന്നു. പക്ഷെ അന്നെല്ലാം കലയെന്ന് പറഞ്ഞാൽ അന്ന് ലാഭം നോക്കിയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് കലയെന്ന് പറയുന്ന ഒരു ഷോർട്ട് പേഡാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുക ലാഭേച്ഛമില്ലാതെ. അതായത് നമ്മൾ ജോലി ചെയ്യുക, പക്ഷെ ലാഭം നോക്കാൻ പാടില്ല. കല എന്ന വാക്ക് അതാണ്. കാരണം കർമ്മം ചെയ്യുക ലാഭേച്ഛമില്ലാതെ, അതാണ് കല. പക്ഷെ ഇന്നതങ്ങ് മാറിയില്ലേ. ഇന്ന് അതെല്ലാം നമ്മളെല്ലാം വയറ്റിപ്പഴപ്പിന് വേണ്ടി ആണ്. ഈ 50 വർഷത്തെ കലാസബരിയിൽ ഏകദേശം ഒരു എത്ര വേദികളിൽ ഈ കാക്കാരിശി നാടകം അവതരിപ്പിച്ചിട്ടുണ്ടാവും? ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം വരാകുമ്പോൾ 6800 പരം വേദി കളിച്ചു. 6800 പരം വേദി കളിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ ഒരു മനുഷ്യായുസിന്റെ പകുതിയോളം വേദികൾ തന്നെ പൂർണ്ണമായും ആണെന്ന് പറയാം. ഒരു പക്ഷെ ഈ നമ്മുടെ ഒരു സീസണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ നേരത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കറിയാം. നേരത്തെ ഏറ്റവും കൂടുതൽ വേദികൾ ഇപ്പോൾ ഒരു വർഷമൊക്കെ എത്ര വേദികൾ കളിക്കും? 150 വേദി വരെ കളിക്കുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിൽ മിക്കവാറും ഒരു 20 ദിവസമെങ്കിലും ഡബിളായിരിക്കും. മാർച്ചും ഒക്കെ 20-25 ദിവസം ഡബിളായിരിക്കും. പക്ഷേ അന്നൊക്കെ നമുക്ക് 150 പ്രോഗ്രാം കളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴും അതിൻ്റെ പകുതിയും കളിക്കാൻ പറ്റുന്നില്ല. ഒന്ന്, ധാരാളം കലാസമിതികൾ ഇഷ്ടംപോലെ ആയി. അതുമാത്രമല്ല, ഇന്നത്തെ ഈ കൊറോണ കാലത്തിന് ശേഷം ഇങ്ങോട്ട് കലാകാരന്മാർക്കെല്ലാം ശനിയേറ്റിരിക്കുകയാണ്. പ്രോഗ്രാം കുറവ്. പരമാവധി അമ്പലങ്ങളിലെ പരിപാടി എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അതിനുപരിയായിട്ട് നമുക്കിപ്പോൾ ഒരു 10 മണി വരെ മയക്ക് പ്രവർത്തിച്ചാൽ മതി എന്നുള്ള ഒരു സാങ്കേതികമായി തടസ്സം വന്നപ്പോൾ അത് മൈക്കുകാർ മാത്രമല്ല, കലാകാരന്മാരല്ല, മൈക്കുകാർ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അത് കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ 51 വർഷത്തിൽ ഏറ്റവും കുറച്ച് കളിച്ചത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ ഇത് ഇനിയും തുടർന്ന് പോയാൽ ഈ വർഷവും കളി അതിനേക്കാൾ കുറയും എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ അതിനൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ കലാകാരന്മാരെല്ലാം ഇപ്പോഴിരിക്കുന്നത്. ഇത് ഓൾറെഡി ഇത്തരത്തിൽ ഇപ്പോൾ നേരത്തെയൊക്കെ ഇപ്പോൾ മാഷിൻ്റെയൊക്കെ ആദ്യ കാലത്ത് ഇതിലേക്ക് ഇപ്പോൾ മാഷ് ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് കൊണ്ട് വന്നു ചേർന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ഈ കാലത്ത് സത്യത്തിൽ ഇങ്ങനെ ഇതിലേക്കായിട്ട് ഇതൊരു തൊഴിൽ എന്നുള്ള നിലയിൽ, ഒരു ഉപജീവനം എന്നുള്ള നിലയിൽ ഇതിലേക്ക് പുതിയ തലമുറയിൽ ആരെങ്കിലും ഒക്കെ കടന്നു വരുന്നുണ്ടോ? ഇപ്പോൾ പുതിയ തലമുറ കടന്നു വരാൻ വരവ് കുറവാണ്. ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇതിലേക്ക് വരട്ടോ എന്ന് ചോദിക്കുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ വളരെ പ്രസ് ചെയ്താണ് കൊണ്ടുവരുന്നത്. ഒന്ന്,
അവരിന്ന് പുറത്തൊരു പണിക്ക് പോയാൽ അവർക്ക് 1200 രൂപയ്ക്ക് വരുന്ന 1500 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ കണക്കാക്കുമ്പോൾ നമുക്കൊരു ഉത്സവപ്പറമ്പിൽ നിന്ന് കമ്മിറ്റിക്കാർ തരുന്ന പ്രതിഫലം, നമ്മുടെ വണ്ടി വാടക, ഇതിൻ്റെ മുതൽ മുടക്ക്, ഇതിൻ്റെ ഒരു അംശം, പിന്നെ അവരുടെ ആർട്ടിസ്റ്റ് ശമ്പളമൊക്കെ കണക്കാക്കുമ്പോഴത്തേക്ക് വളരെ കുറച്ച് അവർക്കുള്ളതിനെ കുറയ്ക്കാൻ പറ്റും. മാന്യമായി ഇന്ന് ഏറ്റവും കുറഞ്ഞ ഒരു 1500 രൂപയെങ്കിലും ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കണം. കാരണം കുറവാണ് ആർട്ടിസ്റ്റിന് കൊടുക്കണം. കാരണം അവര് മറ്റുള്ളവർ ഇപ്പം മറ്റേ കൂലിപ്പണിക്ക് പോകുന്ന അതേ വേഷവിധാനത്തിൽ അവർക്ക് വരാൻ പറ്റത്തില്ല. അവർക്ക് സമൂഹത്തിൽ നമ്മൾ ചെല്ല ഉത്സവപ്പറമ്പ്, അപ്പോൾ അതിൻ്റെതായ മാന്യമായ വസ്ത്രധാരണവും മറ്റു കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇതിലോട്ട് വരാൻ. അതുമാത്രമല്ല, ഇത് കുറഞ്ഞാലും 5 മാസമൊക്കെ ഇതുകൊണ്ട് തൊഴിൽ സാധ്യതയുള്ളൂ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നുമില്ല. അതുകൊണ്ട് അവർ സ്ഥിരമായൊരു തൊഴിൽ കണ്ടുപിടിച്ച് പോവുകയാണ്. ഇതിലേക്ക് വരാൻ താല്പര്യം. പക്ഷേ ഇതാണ് പ്രതിഫലം ഒരു വളരെ കുറവാണ്. ഇതാണ് ഇതിന്റെ കാരണം. ഈ കാക്കാരിശ്ശി നാടകത്തിനുള്ളിൽ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ വരവ് കാക്കാൻ പോലെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് കലാരൂപങ്ങൾ കൂടി സമന്വയിപ്പിക്കുന്നുണ്ടോ? ഞാൻ ഇതിന്റെ ഒരു ഉപകഥയായിട്ട് ഒരു കുറത്തിയാട്ടം, കാരണം കുറത്തിയാട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത് നമ്മൾ തെക്കൻ ജില്ലയില വടക്കൻ ജില്ലയിലാണ് അതിൻ്റെ പ്രധാനം. പക്ഷേ തെക്കൻ ജില്ലയിലെ കുറത്തിയാട്ടവും വടക്കൻ ജില്ല കുറത്തിയാട്ടം ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കുറത്തിയാട്ടത്തിൻ്റെ അത് ഒരു ഭാഗം ഞങ്ങൾ അത് അവതരിപ്പിക്കുന്നു. പിന്നെ ഞങ്ങൾ തെയ്യം എന്നൊരു കലാരൂപം, അത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ജില്ലക്കാർക്ക് അവകാശപ്പെടാനുള്ളതല്ല, അത് കണ്ണൂർ കാസർഗോഡ്. പക്ഷെ അത് എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിൽ ഒന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് തെയ്യം തെക്കൻ ജില്ലക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇത് നമുക്ക് സ്വാഭാവികമായും ഇപ്പോൾ ഇത്രയേറെ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ റൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എങ്കിലും ഈ എല്ലാ വർഷവും ഇതിനൊരു മുതൽ മുടക്കുണ്ടാവാറുണ്ടോ? അല്ല, എല്ലാ വർഷവും നമുക്കിത് ഡാമേജ് ആകുന്ന, ഇപ്പം കർട്ടണാണെങ്കിൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിന് പുതിയ വരയ്ക്കണം. പിന്നെ ഡ്രസ്സ് എന്തായാലും ഇത് പുതിയ ഉണ്ടാക്കിയേ പറ്റൂ. കാരണം നമുക്ക് ഒരു വർഷം ഉപയോഗിക്കുന്ന ഡ്രസ്സ് കാരണം കൂടെ കഴുകാൻ പറ്റിയ വേഷങ്ങളല്ല ഇത്. അപ്പം അങ്ങനെയുള്ളതുണ്ട്. പിന്നെ പുതിയതായിട്ട് ഒരാൾ വരാൻ കഴിയില്ല, എന്തെങ്കിലും സാഹചര്യത്തിൽ വരാൻ കഴിയില്ലെങ്കിൽ വേറൊരാളിനെ വയ്ക്കും. അതിന് പ്രത്യേക റിഹേഴ്സൽ വെച്ച് അത്രേ ഉള്ളൂ ചിലവുള്ളൂ. പിന്നെ പബ്ലിസിറ്റി മറ്റു കാര്യങ്ങളെ ചിലവുള്ളൂ. അത് മറ്റൊരു പുതിയൊരു നാടകവും നൃത്തനാടകവും സെറ്റ് ചെയ്യുന്ന ആ ചെലവ് നമുക്ക് വരുന്നത്. ഇപ്പോൾ താങ്കൾക്ക് തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ഡാൻസ് അക്കാദമി എന്ന് പറയുന്ന ഒരു നൃത്തനാടക സമിതി കൂടി ഉള്ളതാണ്. അപ്പം സ്വാഭാവികമായും അതിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം എക്സ്പെൻസ് വരും. ഇല്ല. മാത്രമല്ല ഇതില് ഇപ്പൊ അതിന് കഥ എഴുതാൻ ഒരാളിന് അവർക്ക് റേറ്റ് ചെയ്ത് കൊടുക്കണം, സംവിധായകന് കൊടുക്കണം, ഡ്രസ്സ് തയ്ക്കുന്നവർക്ക്. ഇതിൽ പിന്നെ അങ്ങനെയൊന്നുമില്ല, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നൃത്തനാടകത്തില് ഒരു 2 വർഷം കളിക്കുമ്പോൾ അത് മാറുമ്പോൾ അതിന്റെ കൊട്ടാരവും അതിന്റെ കാർഡും ഒക്കെ കൂടെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു മുതൽ മുടക്ക് നമുക്ക് ഇതിൽ വരുന്നില്ല. അല്ലറ ചെലവ് വരുന്നുള്ളൂ. അപ്പൊ ചോദിച്ചത് ഒരു ഭാഗം കൂടിയുണ്ട്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഈ 6800 വേദികൾ ഇങ്ങനെ അധികരിച്ച് ആവർത്തിച്ച് ചെല്ലുന്ന വേദികളുണ്ടോ? ഉണ്ട്. ഇപ്പൊ 6800 വേദി കളിച്ചത് 6800 സ്ഥലത്തല്ല, കളിച്ച അമ്പലങ്ങളിൽ തന്നെയാണ് വീണ്ടും പോകുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി പുതിയ അമ്പലം കെട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കളിച്ച അമ്പലം അതിൽ ഏറ്റവും കൂടുതൽ കളിച്ചത് 21 വർഷം കളിച്ചത് വെള്ളനാട് ചാങ്ങ ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. 21 വർഷം കളിച്ചു. അത് കഴിഞ്ഞിട്ട് വെള്ളനാട് ഭഗവതി ക്ഷേത്രം, അവിടെയും കളിച്ചു 14 വർഷം. പിന്നെ നമ്മളെ ഇവിടെ ആറ്റിങ്ങൽ അയലം ഇളമ്പ പള്ളിയറ ക്ഷേത്രം, അവിടെയും കളിച്ചു 14 വർഷം. നിരന്തരമായി ഈ വർഷം വെക്കുന്നവർ തന്നെ അടുത്ത വർഷം ഞങ്ങൾ വിളിക്കുക. അവർക്ക് വീണ്ടും ഇത് കാണാനുള്ള ഒരു താല്പര്യം കൂടുതലാണ്. പക്ഷെ ഞങ്ങൾ വേദിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും. ഇപ്പൊ ഞങ്ങൾ മാറ്റങ്ങൾ, കാരണം ഇത് ഒരു രാത്രി മുഴുവൻ കളിച്ചാൽ തീരാത്തൊരു കലാരൂപമാണ് കാക്കാശ. അതെല്ലാം എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഞങ്ങൾ ഓരോ വർഷവും അതിലൊരു കുറച്ച് മാറ്റം വരും. ഇപ്പൊ അവതരിപ്പിക്കപ്പെടുന്ന ദൈർഘ്യം എത്ര ടൈമാണ്? ഇപ്പൊ ഞങ്ങള് ഏറ്റവും കൂടുതൽ 3 മണിക്കൂർ. ചിലപ്പോൾ നല്ല ഓഡിയൻസ് ഒക്കെയാണ്. ചിലപ്പോൾ അവിടെ ചിലപ്പോൾ കമ്മിറ്റിക്കാർ പറയും പരിപാടി നീട്ടണം, പരിപാടിക്ക് കോമഡിയെ കയറ്റണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ 3.25 എടുക്കാറുണ്ട്. എന്തായാലും 2.5 മണിക്കൂറിന് പുറത്ത് 3.25 മണിക്കൂർ മനോധർമ്മത്തിനനുസരിച്ച് ഓഡിയൻസിനെ ഉണ്ട്. മുമ്പ് അങ്ങനെയല്ല. ചിലപ്പോൾ നാടകം കാണും ഇതിന് ശേഷം. അപ്പൊ നാടകപ്പാട്ട് ഫസ്റ്റ് കളിച്ചത് സെക്കൻഡ് കളിക്കാൻ വരികയാണ്. അപ്പൊ അവരെ നമ്മളോട് വിളിച്ചു പറയും സെക്കൻഡ് ആണ് ഞങ്ങൾ ഫസ്റ്റ് കളിച്ചപ്പോൾ ലേറ്റ് ആവും, അതുകൊണ്ട് മാക്സിമം ഒന്ന് നീട്ടി തന്നെ. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ അവർ വരുന്നത് വരെ ഞങ്ങൾ നീട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഒരു മറ്റ് കലാസമിതികളെ സഹായിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു കാര്യം, ഇപ്പൊ ഈ 50 വർഷങ്ങൾക്ക് ഇടയിലേക്ക് വരുമ്പോൾ ഇതിന്റെ തുടക്കകാലത്ത് ഇന്ന് കാണുന്ന രീതിയിൽ ഒരു വലിയ ജനപങ്കാളിത്തമോ അല്ലെങ്കിൽ ഒരു പിന്തുണയോ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളിത് പഠിക്കുന്ന സമയത്ത് ജനങ്ങൾ ഞങ്ങളെ പുച്ഛമായിട്ടാണ് കണ്ടത്.
അതായത് ഈ താഴ്ന്ന സമുദായക്കാരുടെ കലയല്ലേ. അപ്പോൾ അവരുടെ ആ സമുദായത്തിന്റെ പേര് പറഞ്ഞ് തന്നെ നമ്മള് അവരെ അപരിഹസിക്കുകയാണ്. അതുമാത്രമല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരിമാർ പോലെ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു അവനെ വീട്ടിൽ കയറ്റരുത്, പാത്രത്തിൽ വെള്ളം കൊടുക്കരുത്, അവൻ ഇന്ന കലയും കൊണ്ട് നടക്കുന്ന പറഞ്ഞു ഞങ്ങൾ അന്ന് എന്നെ. പക്ഷെ ഇന്ന് ഈ അംഗീകാരം കിട്ടിയപ്പോൾ അവർക്ക് വളരെ പ്രിവിലേജ് ആണ്. അതെ അതെ അതെ. ഇത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ന പരപ്പിൽ കറമ്പന്റെ അല്ലെങ്കിൽ പരപ്പിൽ സഹോദരി, ആ ഒരു രീതിയിലാണ് എന്റെ ലെവലിൽ പോകുന്നത്. പക്ഷെ അന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് ഞാൻ പിന്മാറിയിരുന്നുവെങ്കിൽ ഈ കലാരൂപവും ഞാനല്ല പരപ്പിൽ കറമ്പൻ അല്ലാതാകുമായിരുന്നു. അന്ന് ഞാൻ തുടങ്ങുന്നത് 75-ലാണ്. 1975 നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വർഷമാണ്. അന്ന് അടിയന്തരാവസ്ഥയാണ്. 2 പേര് കൂടുതലെങ്കിലും കൂടാൻ പാടില്ല, കമ്മിറ്റി കൂടാൻ പാടില്ല ഒന്നും. ഈ സമയത്താണ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ ഇത് എതിര് പാർട്ടിക്ക്, ഞാൻ ഒരു രാഷ്ട്രീയത്തിന്റെ അനുഭവിയാണ്. അപ്പൊ എതിര് പാർട്ടിക്കാർ പരാതി കൊടുത്തു, ഇവിടെ നക്സൽ വരി ക്യാമ്പാണെന്ന്. അങ്ങനെ പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നു. അപ്പൊ അവര് വന്നിട്ട് പോലീസ് ഇപ്പൊ കേട്ടപ്പോൾ അവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചു നേരം അവരിന്ന് ആസ്വദിച്ചിട്ട് എന്തായാലും ഞങ്ങൾക്ക് ഒരു പരാതി വരുമ്പോൾ അന്വേഷിക്കാതിരിക്കാൻ പറ്റും, നാളെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ സ്റ്റേഷനിൽ വരെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് റിപ്പോർട്ട് എഴുതി ഇത് നക്സൽബാരി ക്യാമ്പല്ല, ഇത് നാടൻകലയുടെ അഭ്യസനം അവിടെ നടക്കുക. അതിലേക്ക് വരുമ്പോൾ ഈ അഭ്യാസത്തിലേക്ക് വരുമ്പോൾ ഈ ഇതിനുള്ള പഠന രീതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സവിശേഷതകളുണ്ട്? ഉണ്ട്. അതായത് എഴുതി പഠിക്കുകയല്ല ഇത് ചെയ്യുന്നത്. ആശാൻ 2 പേര് പാടുമ്പോൾ ഞങ്ങൾ കൂടെ ഇത് പാടുകയാണ്. ഇപ്പോ ഇവിടെ ഒരു സീൻ നടക്കുകയാണ്, ശിവന്റെ കൈലാസൻ സീൻ നടക്കുകയാണ്. അപ്പോഴേ ആ രംഗത്തുള്ള ആൾക്കാർ മാത്രം സ്റ്റേജിൽ കാണും, ബാക്കി എല്ലാവരും അവിടെ ഇരുന്നിട്ട് ആശാൻ പാടുന്നു, അത് ഞങ്ങൾ ഏറ്റുപാടുന്നു. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഗോകുലവാസികളേവർക്കും ദ്വാരക പാലനുമേ സുഖമേ, ഇത് ആശാൻ പാടുമ്പോൾ ഞങ്ങൾ രണ്ടാമത് ഞങ്ങൾ പാടും. അപ്പൊ ഞങ്ങൾക്കത് ഞങ്ങളുടെ മനസ്സിൽ ശരിക്കും ഗുരുമുഖത്ത് നിന്ന് പകർന്നു കിട്ടുന്നത്. അതെ അതെ അതെ, അത് പകർന്നു കിട്ടിയതാണ്. ഈ ആശാൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതെ അതെ, ആശാൻ, കളരി ആശാൻ എന്നാ വിളിക്കുന്നത്. കളരി ആശാൻ, അതായത് പഠിപ്പിക്കുന്ന ആളിനെ കളരി ആശാൻ, പഠിക്കുന്ന സ്ഥലം കളരിയാണ്, കളരി എന്നാണ്. അത് പണ്ട് ഇത് പഠിക്കുന്ന ആശാനൊക്കെ പഠിക്കുന്ന വെച്ചാല് ആശാന്റെ അച്ഛൻ എന്നാ വിളിച്ചത്. ആശാന്റെ അച്ഛൻ അത് തലമുറകളിലേക്ക് പകർന്നു വന്ന് വൈകിട്ടാവോളം ജോലി ചെയ്തിട്ട് അവരെ എല്ലാവരും കൂടെ വൈകിട്ട് ഈ ആഹാരം പാകം ചെയ്യും. ഇതിനിടയ്ക്ക് ഒരു വീട്ടിലുള്ളവരും തന്നെ അവരെല്ലാം തന്നെ ഇളയ മൂത്ത് തന്നെ കാക്കാനും കാക്കാത്തിയും ഒക്കെ ആയിട്ട് അവരങ്ങനെ പഠിക്കുവാത്ത ഇവര് പ്രോഗ്രാമിന് തമ്പുരാക്കന്മാരെ വിളിക്കുക. പറയുന്ന പൈസയൊന്നും കൊടുക്കത്തില്ല. അന്ന് എന്റെ ആശാൻ പറഞ്ഞത് അന്ന് ചിലപ്പോൾ 60 രൂപ തരാമെന്ന് പറയും. പക്ഷെ അവര് കളിച്ചു തരുമ്പോൾ പറയാം, കളി എത്ര വിജയമൊന്നും അല്ലായിരുന്നു, എന്നാ ഇത് കൊണ്ടുപോകും, 50 രൂപ തരും, പോരാ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാനിത് തുടങ്ങിയ 75 കാലത്ത് ആദ്യം കളിക്കാൻ പോയത് 250 രൂപയ്ക്കാണ്. 250 രൂപ. ഇന്നിപ്പോ കേരളത്തില് നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ വർഷം കളിച്ചത് 35,000 രൂപയാണ്. ഇപ്പൊ അല്പം കൂടെ മാറ്റം വേണം. അതേസമയം ഞങ്ങൾ അതർ സ്റ്റേറ്റിൽ പോയപ്പോൾ ഞങ്ങൾ 1.5 ലക്ഷം രൂപയ്ക്കും കളിക്കാൻ പോയി. അപ്പൊ ആ കലാരൂപം അന്ന് 250 രൂപയായിരുന്നു, ഇന്ന് 1.5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കളിക്കാൻ പോയി. അത് കലയുടെ മൂല്യം. അത് ഒരു കലയായിട്ടല്ല, ഒരു പ്രോഗ്രാം, 2-3 പ്രോഗ്രാം ആയിട്ടായിരിക്കും. അല്ലെങ്കിലും കാലാന്തരത്തിൽ ഇതിന് കൃത്യമായി അംഗീകരിക്കപ്പെട്ടു. അത് മാത്രമല്ല, അന്ന് പോകുന്നതിന് നമുക്ക് ട്രെയിനിൽ ടിക്കറ്റ് കൺസെഷൻ ഉണ്ടായിരുന്നു. ഇന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത് കളഞ്ഞു. നമ്മൾ 15 പേര് ഡൽഹിയിൽ പോയി കളിച്ചിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് കൂടിയാൽ 10,000 രൂപയെ നമുക്ക് ബസ് ഫെയർ ആവുള്ളൂ, ട്രെയിൻ ചാർജ് ആവുള്ളൂ. പക്ഷെ ഇന്ന് അതല്ല. അതുകൊണ്ട് നമുക്ക് പ്രോഗ്രാം അതർ സ്റ്റേറ്റ് കിട്ടില്ല. അതിന്റെ എക്സ്പെൻസ് വളരെ വരുമ്പോ ഇത്തരത്തിൽ ഈ കാക്കാരുശി നാടകത്തിന്റെ പിന്നിൽ നമ്മളിപ്പോ ചോദിച്ചതുപോലെ അത്തരത്തിലുള്ള ഇപ്പൊ പ്രോജക്റ്റുകൾക്കോ അത്തരത്തിലൊക്കെ കുട്ടികളൊക്കെ സമീപിക്കാറുണ്ടോ? ഉണ്ട്. ഇപ്പൊ കുട്ടികള് അവർക്ക് പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പല ജില്ലകളിലും വരാം. ഇപ്പൊ തന്നെ ഒരു 4-5-6 ജില്ലയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. അവർക്കെല്ലാം കൂടി ഒരു ഡേറ്റ് കൊടുത്തു. അവരിവിടെ വന്നു. അവർക്ക് ഞാൻ ആവശ്യമുള്ളതെല്ലാം ആ കുട്ടികൾ ആദ്യം ഫോണിലൂടെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫോണിലൂടെ പറഞ്ഞാൽ കുട്ടി നിങ്ങൾക്ക് അതിന്റെ ഗുണം ലഭിക്കില്ല. കാരണം കഴിഞ്ഞ വർഷം തന്നെ അവർക്ക് എന്നെ വിളിച്ചു, മലപ്പുറത്ത് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഫോണിൽ കൂടി പറഞ്ഞാൽ കുട്ടി ലഭിക്കും. കാരണം അവർക്ക് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടിയാൽ ഇവിടെ വരിക എന്ന് പറയും. അപ്പോൾ ഇവിടെ വന്നു. ഞാൻ അതിനെപ്പറ്റിയുള്ള ആവശ്യമായെല്ലാം കൊടുത്തു. അവരൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അവർക്ക് ഞാൻ കൊടുത്തതിന് ശേഷം അന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് പ്രോഗ്രാം ഒന്ന് കാണും. അങ്ങനെ അവർ വന്ന് കണ്ടു, അത് വീഡിയോ പിടിച്ചു. അങ്ങനെ കൂടെ ആയപ്പോൾ അവർക്ക് വളരെയേറെ ഗുണം ചെയ്തു. അങ്ങനെ ധാരാളം കുട്ടികൾ വരുന്നുണ്ട്. അതിനു പുറമെ വിളിക്കുന്ന സ്കൂളുകളിൽ ഞാൻ പോകുന്നുണ്ട്. കാക്കായിശാലത്തെ പറ്റി മാത്രമല്ല, നാടൻ കലകളെ പറ്റിയൊക്കെ പോയി കൊച്ചുകുട്ടിയൊക്കെ പ്രൈമറി സ്കൂളിലായാലും UPSലും ഹൈസ്കൂളിലും ഞാൻ പോകുന്നു. ഇപ്പോൾ ചില സ്കൂളിലെ
സ്കൂൾ തുറക്കുന്ന ദിവസം എന്തെങ്കിലും വിശേഷ ദിവസമൊക്കെ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പോയി ചെയ്യുന്നുണ്ട്. പ്രതിഫലമൊന്നും വാങ്ങാറില്ല. ഈ ജനിച്ചതും വളർന്നതും എല്ലാം ഈ പരപ്പിൽ എന്ന് പറയുന്ന ഗ്രാമാന്തരത്തിൽ തന്നെയാണ്. ഇവിടെ തന്നെയാണ്. ഈ കുടുംബം, എൻ്റെ കുടുംബം എന്ന് പറഞ്ഞത് ഇപ്പൊ എനിക്ക് ഭാര്യ, 2 മക്കള്, അവരുടെ ചെറുമക്കള്, ഇങ്ങനെ ആണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പോൾ ഭാര്യ കഴിഞ്ഞ് ബാക്കിയല്ല. മോൻ നല്ല നർത്തകനാണ്, നൃത്തനാടകത്തില് മെയിൻ വേഷമാണ് എടുക്കുന്നത്. മോള് നല്ല നർത്തകിയാണ്, അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മോളെ മക്കളും എല്ലാം ആർട്ടിസ്റ്റുകളാണ്. പിന്നെ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങള് 13 മക്കളാണ്. അതില് 12ാമത്താണ് ഞാൻ. ബാക്കി എല്ലാവരും വെളുത്ത ആൾക്കാരാണ്. എന്നെ അവരെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊത്തി കറുപ്പുണ്ട് കൂടുതല. അങ്ങനെ അതുകൊണ്ടാണ് എന്നെ കറമ്പൻ എന്ന് പേര്. ശരിക്കുള്ള പേര് ദേവരാജൻ. പക്ഷെ ആ പേര് പുറത്താർക്കും അറിയില്ല. അപ്പൊ ഈ കർമ്മൻ എന്ന പേരുടെയും നമ്മുടെ സ്ഥലത്തെ പേരും കൂടെ ചേർത്തപ്പാണ് പരപ്പിൽ കർമ്മൻ എന്ന പേര്. അങ്ങനെ പേരുണ്ട്. ഇനിയും ഇതിലേക്ക് പുതിയ ആൾക്കാർ ഇപ്പോ താല്പര്യത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ അതെല്ലാം അവർക്ക് പകർന്നു കൊടുക്കാൻ താങ്കൾ തയ്യാറാണ്? തയ്യാറാണ്. ഇത് ഈ കല നശിച്ചു പോകരുത്. കാരണം ഞാൻ പല സമയങ്ങളിൽ ഇത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ സ്കൂളിലെ കലോത്സവ വേദികളിൽ ഈ പ്രോഗ്രാമിന് കൂടി, ഈ കലയ്ക്ക് കൂടി പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നത്. കാരണം ഇപ്പൊ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലാരൂപങ്ങൾ ചുരുക്കം കലാരൂപങ്ങൾ മാത്രമേ കേരളത്തിലുള്ളൂ. ബാക്കിയെല്ലാം കുച്ചിപ്പുടി പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് നമ്മളിവിടുത്തെ തനത് കലകൾ അല്ലെങ്കിൽ പാരമ്പര്യ കലകളായ ഇത്തരം കലാരൂപങ്ങൾ കൂടി പ്രാധാന്യം കൊടുക്കുന്നത് ഇതുവരെ അവരാരും ചെവിക്കൊണ്ടിട്ടില്ല. അതെ, അത് ചെവിക്കൊള്ളേണ്ടതാണ്. കാരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ നാടൻ കലകൾ ഇവിടെ സംരക്ഷിക്കേണ്ടത് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിന്റെ, ഒരു സംസ്കാരത്തിന്റെ ആവശ്യമാണ്. കഴിഞ്ഞ വർഷം അതിന്റെ അങ്ങേ വർഷം നമ്മുടെ ഈ സർക്കാരിന്റെ ഒരു ഭാഗമായിട്ട് പഞ്ചായത്ത് തലത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ പെരിങ്ങമല പഞ്ചായത്തും നന്നോട് പഞ്ചായത്ത്, ഇങ്ങനെ 2-3 പഞ്ചായത്തുകളിൽ ഞാൻ ഈ കലാരൂപം അവർ പഠിപ്പിച്ചു. ഒരു പ്രായമുള്ള അംഗൻവാടിയിലെ ടീച്ചർമാരും ഹെൽപ്പറുമായിരുന്നു ഈ വേഷം എടുത്തത്. നല്ല മനോഹരമായിരുന്നു. കാക്കാന്റെ വേഷമൊക്കെ പെരിങ്ങമല പഞ്ചായത്തിലെ ഒരു ലേഡി എടുത്തു. 35 ദിവസമുള്ള നല്ല മനോഹരമായിരുന്നു. പുരുഷന്മാരെടുക്കുന്ന അതേപോലെ എടുത്തു. അപ്പൊ അത് ഇങ്ങനെയുള്ള വേദികളിലും ഈ കലാരൂപങ്ങളെ അവതരിപ്പിച്ചാൽ വരും തലമുറയ്ക്ക് ഇതൊരു ഗുണം ചെയ്യും. അതെ, ഇനിയും ഇത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എന്തു തന്നെ ആയാലും ഓൺ ദ സ്റ്റേജിന്റെ എപ്പിസോഡിൽ ഞങ്ങളോട് ഇത്രയും നേരം സംവദിച്ചതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയുകയാണ്. തുടർന്നും വേദികളിൽ ഉണ്ടാവണം. കാരണം അതൊരു വലിയ ആവശ്യമാണ്. പരപ്പിൽ കറുമ്പൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ബ്രാൻഡാണ്. അത് നിലനിർത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ഈ കല സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും കാലം പ്രേക്ഷകരായി നിന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ സമൂഹം ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിൽ വലിയ സന്തോഷം. നമസ്കാരം.